ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ ചെർക്കര സ്കൂളിലെ SPCയുടെ ക്യാമ്പ് 3 ദിവസമായി തുടങ്ങിയിട്ട് അതിൻ്റെ ലാസ്റ്റ് ഡേ ആയിരുന്നു ഇന്ന്. അപ്പോൾ 2 ദിവസമായിട്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. എൻ്റെ ദേവൂസിൻ്റെ സ്കൂളിലെ ഓണപരിപാടി മറ്റു കാര്യങ്ങളുമായിട്ട് ഞാൻ അങ്ങനെ അതിന് വേണ്ടിയിട്ട് പോയിരുന്നു. പിന്നെ ഇന്ന് 3ാമത്തെ ദിവസമായതുകൊണ്ട് ഞാൻ വന്നു. ഇവിടെ വിശിഷ്ടാതിഥിയായിട്ട് ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. പ്രശസ്ത ചിത്രകാരിയാണ്, രമണിക്കുട്ടി എന്നാണ് അവരുടെ പേര്. അപ്പം അവരാണ് ഇന്ന് വിശിഷ്ട അതിഥിയായിട്ട് നമ്മുടെ സ്കൂളിൽ എത്തിയത്. അപ്പം ടീച്ചറിന് പൊന്നാട അണിയിക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ടീച്ചർ പറയുകയാണ്, ഞാൻ വലിയ സംഭവവും കാര്യവും ഒന്നുമല്ല. അപ്പോൾ ചാത്തന്നൂരാണ് ടീച്ചറിൻ്റെ വീട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ടീച്ചർ കുറേ നാളുകൊണ്ടേ പടം വരയ്ക്കുന്നു. റിട്ടയർഡ് ആയതിനു ശേഷം ചിത്ര കലാരംഗത്തോട്ട് ടീച്ചർ സ്വന്തമായിട്ട് തന്നെ വീട്ടിലിരുന്ന് പടങ്ങൾ വരച്ച്, പക്ഷെ അത് വളരെ ഇതൊന്നും ആയിട്ടൊന്നും ടീച്ചറിന് തോന്നിയിട്ടില്ല എന്നാണ് ടീച്ചർ പറയുന്നത്. പക്ഷേ ടീച്ചർ വരച്ച പിക്ചർ നമ്മൾ കണ്ടപ്പോൾ സത്യം പറയാലോ ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളായിരുന്നു കേട്ടോ. ഈ പ്രായത്തിലും ഈ ടീച്ചർ ഇത്രയും മനോഹരമായിട്ട് ചിത്രങ്ങൾ വരയ്ക്കുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് ആർക്കും അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസിക്കാനേ പറ്റിയില്ല. പക്ഷെ പടങ്ങൾ നേരിട്ട് കണ്ടപ്പോഴാണ് മനസ്സിലായത് ടീച്ചർ ചില്ലറക്കാരിയൊന്നും അല്ലെന്ന്. അപ്പോൾ ടീച്ചറിന് നാളെ പരീക്ഷയാണ്, BA മലയാളമാണ് ടീച്ചറിൻ്റെ പരീക്ഷയാണെന്ന് പറഞ്ഞു. അപ്പോൾ ചെന്ന് ഞാനൊരു സെൽഫിയൊക്കെ എടുത്തു. നമ്മളിങ്ങനെയുള്ള ആൾക്കാരല്ലേ സെൽഫിയൊക്കെ കൂട്ടേണ്ടത്. അപ്പോൾ എനിക്ക് ചിത്രകലയോടും കവിതയോടും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ കലയെ പ്രോത്സാഹിപ്പിക്കുക, അതാണ് എൻ്റെ ഏറ്റവും മുഖ്യമായ കാര്യം എന്ന് പറഞ്ഞാൽ. അങ്ങനെയുള്ള ആൾക്കാരെ എനിക്ക് വളരെ ഇഷ്ടമാണ്. നമ്മുടെ പ്രിയപ്പെട്ട സുമേഷ് സാറാണ്. സുമേഷ് സാറിനെ നിങ്ങൾക്ക് മുമ്പുള്ളൊരു വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. നമ്മുടെ ചെർക്കര സ്കൂളിൻ്റെ അഭിമാനമാണ് സാർ. ചലച്ചിത്ര പിന്നണി ഗായകനും രചയിതാവും സംവിധായകനും ഒക്കെയാണ്. അപ്പോൾ സാറ് അവിടെ നിന്ന് പിരിയാൻ പോവുകയാണ്. സ്കൂളിൽ ഇപ്രാവശ്യം കൂടെ ഉള്ളു സാറ് പോകാൻ പോവുകയാണെന്ന് പറയുന്നത് കേട്ടു. അപ്പോൾ സാറിൻ്റെ കൂടെ ഞാനൊരു സെൽഫിയൊക്കെ കൊണ്ട് എടുത്തു. ഭാവിയിൽ അത് വളരെ ഉപകാരം ചെയ്യുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ആ സെൽഫിയൊക്കെ എടുത്തത്. കാരണം എന്ന് വെച്ചാൽ സാറ് വളർന്നു വരുന്നൊരു കലാകാരനാണ്. അപ്പോൾ നമ്മളിപ്പോഴേ സെൽഫിയൊക്കെ എടുത്തു വെച്ചാൽ അപ്പോൾ സെൽഫി എടുക്കാൻ കിടന്ന് ഓടണ്ടല്ലോ. അപ്പോൾ ഒരു മുൻകരുതൽ. അങ്ങനെ ജങ്കാർ സിനിമയിൽ പാടിയിട്ടുണ്ടെന്നാണ് എൻ്റെ മോൻ പറയുന്നത്. പിന്നെ ചിത്രയുടെ പിറന്നാളിനായിട്ട് സാറൊരു പാട്ട് എഴുതിയിട്ടുണ്ട്. അത് എൻ്റെ യൂട്യൂബിൽ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ കയറി നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ പ്രിയപ്പെട്ട സുമേഷ് സാറിൻ്റെ കാര്യങ്ങളും കഥകളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രംഗങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്തെന്നൊക്കെ പറഞ്ഞാലും രഞ്ജിത്ത് സാറും പിന്നെ സുമേഷ് സാറും എല്ലാം കൂടെ ചേർന്നാണ് നമ്മുടെ PTA പ്രസിഡൻറ്റും എല്ലാവരും കൂടെ ചേർന്നാണ് പോയി രമണിക്കുട്ടി സാറിനെ പോയി കണ്ട്. അപ്പോൾ ചാത്തന്നൂരിൽ തന്നെ ഇങ്ങനെ ഒരു വലിയൊരു കലാകാരി ഉണ്ടെന്ന് തന്നെ ആരും അറിയുന്നില്ല. കാരണം എല്ലാവരുടെ ഉള്ളിലും കല ഒളിച്ചു കിടപ്പുണ്ട്, എല്ലാവരുടെ. കാരണം അതെനിക്കിത് മനസ്സിലായി. നമ്മുടെ PTA വൈസ് പ്രസിഡൻ്റായ രതീഷ് അണ്ണൻ നല്ലൊരു കവിത ആലപിച്ചപ്പോൾ തന്നെ മനസ്സിലായി എല്ലാവരുടെ ഉള്ളിലും ഒരു കവിയോ കലാകാരനോ അങ്ങനെ ഒളിച്ചു കിടപ്പുണ്ട്. പക്ഷെ ആരും അത് പുറമെ കൊണ്ടുവരുന്നില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ മറ്റുള്ളവരെ പേടിച്ച് നമ്മൾ പലതും നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ നഷ്ടപ്പെടുത്തിയ ഒരാളാണ് ഞാൻ കേട്ടോ. എനിക്ക് കൊച്ചിലെ ചിത്രരചനയൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ഇഷ്ടമുള്ള കാര്യമായിരുന്നു. പക്ഷേ ചിത്രരചന പഠിക്കാൻ എനിക്ക് ഒരുപാട് ആഗ്രഹം ഞാൻ വീട്ടിൽ പ്രകടിപ്പിച്ചപ്പോഴെല്ലാം എൻ്റെ വീട്ടുകാർ പറഞ്ഞത്, പെണ്ണുങ്ങൾ ചിത്രരചന പഠിച്ചിട്ട് എന്ത് കാര്യം സാധിക്കാനാണ്. അപ്പോൾ ഞാനത് ടീച്ചറിനോട് പറയുകയും ചെയ്തു ഇങ്ങനെയൊരു വാക്ക്. ടീച്ചർ പറഞ്ഞു, അങ്ങനെയൊന്നും നിങ്ങൾ തളർന്ന് കിടക്കേണ്ടവരല്ല. ഞാനും ഇപ്പോഴാണ് എൻ്റെ പടത്തിന്, എൻ്റെ ചിത്രങ്ങൾക്ക് ഇത്രയും മൂല്യമുണ്ടെന്ന് ഞാൻ അറിയുന്നത്. കാരണം കുപ്പത്തൊട്ടിയിലെ മാണിക്യം എന്നൊക്കെ കേട്ടിട്ടുള്ളൂ. നമ്മൾ ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടിയാൽ അങ്ങനെ ഒതുങ്ങിക്കൂടാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. പുറം ലോകങ്ങളുമായിട്ട് പുറം രാജ്യങ്ങളുമായിട്ട് നമുക്ക് യാതൊരു പരിചയമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകത്തില്ല. നമ്മൾ വെറുതെ അടിച്ചമർത്തപ്പെട്ട് കിടന്നു പോകും. പക്ഷെ നമ്മൾ തന്നെ വിചാരിക്കണം നമ്മൾ ഉയർത്തെഴുന്നേൽക്കണമെന്ന്. അത് ടീച്ചറിനോട് പ്രസംഗിക്കുകയും ചെയ്തു. വളരെ നല്ലൊരു രീതിയിൽ തന്നെയാണ് ടീച്ചർ പ്രസംഗിച്ചത്. നമ്മുടെ നിരീക്ഷണം പാടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ.
കവിതയാണ്. അടിപൊളിയായിട്ട് പാടുന്നുണ്ട്. ഈ തിരുവിലവളെ കല്ലെറിഞ്ഞു കിരാതരാം പകൽമാന്യമാചാരവർഗം. ഈ തെരുവിന്നൊരനാഥരെ തന്നിട്ടുപോയവൾ എറിവാക്കി പറയുന്ന ഭാവി. ഒരു ജഡവും തുടിക്കുന്ന ജീവനും ഈ കടത്തിന്ന ഈ ബന്ധമറ്റപ്പോൾ കണ്ടവർ കണ്ടില്ല എന്നു നടിപ്പവർ നിന്നിച്ചുകൊണ്ടേയകന്നു. ഒരു ജഡവും തുടിക്കുന്ന ജീവനും ഈ കടത്തിന്ന ഈ ബന്ധമറ്റപ്പോൾ കണ്ടവർ കണ്ടില്ല എന്നു നടിപ്പവർ നിന്നിച്ചുകൊണ്ടേയകന്നു. ഞാനിനി എന്തെന്നറിയാതെ നിൽക്കവേ കണ്ണീരൊരു തുള്ളി ബാഷ്പം. ഈ തെരുവിൽ പിറക്കുന്ന പെണ്ണിക്കു വേണ്ടി ഈ കവിതയും ദുഃഖവും മാത്രം. ഞാനിനി എന്തെന്നറിയാതെ നിൽക്കവേ കണ്ണീരൊരു തുള്ളി ബാഷ്പം. ഈ തെരുവിൽ പിറക്കുന്ന പെണ്ണിക്കു വേണ്ടി ഈ കവിതയും ദുഃഖവും മാത്രം. എല്ലാവർക്കും ആശംസകൾ. അങ്ങനെ ടീച്ചർ രതീഷണൻ്റെ കൈയൊക്കെ പിടിച്ച് ഷേക്കൻ്റെ ഒക്കെ കൊടുത്തു. ഇനി നമുക്ക് അടുത്തത് ചിത്രപ്രദർശനം കണ്ടിട്ട് വന്നാലോ. ചിത്രപ്രദർശനം കാണാനായിട്ട് ഞാനും വന്നു. അവിടെ നല്ല അടിപൊളി കയറിയപ്പോൾ തന്നെ മനസ്സിനെ ഉണർന്നു കുളിക്കുന്ന ചിത്രങ്ങൾ, ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾ എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. ടീച്ചറിൻ്റെ ഈ പ്രായത്തിലും ടീച്ചറിന് ഇത്രയും കഴിവുണ്ടെങ്കിൽ എന്ത് മനോഹരമായിരുന്നിട്ടുണ്ടല്ലേ ടീച്ചറിൻ്റെ കുട്ടിക്കാലമൊക്കെ. ടീച്ചർ നല്ല അടിപൊളിയായിട്ട് വരച്ചിട്ടുണ്ട്. കണ്ടു, ഇതൊക്കെയാണ് ടീച്ചർ വരച്ച ചിത്രങ്ങൾ. നമുക്ക് എത്ര കണ്ടാലും മതി വരാതെ ഇങ്ങനെ നോക്കി നിന്ന് പോകുന്ന തരം ചിത്രങ്ങളായിരുന്നു കേട്ടോ. അവയെല്ലാം എന്ത് മനോഹരമായിട്ടാണ് ഇത്. സത്യം പറഞ്ഞാൽ നമ്മൾക്ക് ഒരിക്കലും വിശ്വസിക്കാൻ, ടീച്ചറിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു കുറച്ച് പ്രായം ഉള്ള ടീച്ചറാണ്. അപ്പോൾ ടീച്ചർ ഇത്തരത്തിലൊക്കെ വരയ്ക്കുമോ എന്ന് തന്നെ നമ്മൾ സംശയിച്ചു പോകും. പക്ഷേ ഇതെല്ലാം ടീച്ചർ വരച്ച ചിത്രങ്ങളാണ് കേട്ടോ. വളരെ അത്ഭുതകരമായിരിക്കുന്നു അല്ലേ. അപ്പം ടീച്ചറിൻ്റെ കഴിവിനെ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പം ഇത് നമ്മുടെ സ്കൂളിൽ ഇങ്ങനെ ഒരു ഇത് കൊണ്ടുവന്നത് കൊണ്ട് മാത്രമാണ് ടീച്ചറിൻ്റെ കാര്യം പുറം ലോകം അറിയാൻ ഇടയായത്. ഇല്ലെങ്കിൽ അകത്തളങ്ങളിൽ അടിഞ്ഞുകൂടി പോകത്തേ ഉള്ളായിരുന്നു ഈ പടങ്ങളെല്ലാം. പക്ഷെ നമ്മുടെ സ്കൂളിൽ കൊണ്ടുവന്നു, കുട്ടികൾ കണ്ടു, രക്ഷിതാക്കൾ കണ്ടു, അഭിപ്രായങ്ങൾ പങ്കുവച്ചു, ടീച്ചറുമായി ഒരു സെൽഫി കൊടുത്തു, കുറച്ച് നേരം സംസാരിച്ചു. വളരെ മനോഹരമാണ് ടീച്ചർ, കാണാനും നല്ല സുന്ദരിയാണ് കേട്ടോ. അപ്പം എല്ലാവരും കുട്ടികളും രക്ഷകർത്താക്കളും എല്ലാവരും വീഡിയോസും ഫോട്ടോസും ഒക്കെ അവിടെ നിന്ന് എടുക്കുകയാണ്. അപ്പോൾ ഓരോരുത്തരിങ്ങനെ കടന്നു, ഇതാണ് നമ്മളെ രമണി ടീച്ചർ. ഓരോരുത്തരായിട്ട് ഇങ്ങനെ നിന്ന് വീഡിയോസ് കണ്ട് പോവുകയാണ്. അപ്പോൾ എന്ത് മനോഹാരിത നിറഞ്ഞ പിക്ചറുകളാണല്ലേ ഇതെല്ലാം. അപ്പം എന്ത് ഭംഗിയാണ്, എത്ര കണ്ടാലും മതിവരാത്ത ചിത്രങ്ങൾ. ഈ ചിത്രമൊക്കെ വരയ്ക്കണമെന്ന് വല്ലാത്തൊരു കഴിവ് തന്നെയാണല്ലേ. അതൊരു ദൈവ ഭാഗ്യം തന്നെയാണ്. ദൈവം നേരിട്ട് അവർക്ക് അനുഗ്രഹിച്ചൊരു കലയാണ് ചിത്രകല എന്ന് പറയുന്നത്. ദൈവം അവരെ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരാണ് ഈ ചിത്രരചന അറിയാവുന്ന ആൾക്കാർ കേട്ടോ. അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെയൊക്കെ വരയ്ക്കാൻ സാധിക്കുകയുള്ളൂ. ഞാനും വരയ്ക്കും, പക്ഷേ ഇത്ര മനോഹരമായിട്ടൊന്നും വരയ്ക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. കാരണം നമ്മൾ ചിത്രരചന പഠിച്ചിട്ടില്ലെങ്കിൽ പോലും കുറച്ചൊക്കെ ഒരു വര നമുക്ക് വരും. ചില പടങ്ങൾ കാണുമ്പോൾ എനിക്കത് വരച്ചേ പറ്റുള്ളൂ എന്നുള്ളൊരു തോന്നൽ പെട്ടെന്ന് മനസ്സിലുണ്ടാകും. അപ്പോൾ തന്നെ പേനയും പെൻസിലും പേപ്പറും മായ്ക്കട്ടെ ഒക്കെ ഇങ്ങോട്ടെടുത്ത് അങ്ങോട്ട് വരപ്പും തുടങ്ങും. അതാണ് ഞാൻ. ഇവിടെ എത്ര മനോഹരമായ ചിത്രങ്ങളാണ് ഇവയെല്ലാം.
ടീച്ചറിൻ്റെ കഴിവ് അപാരം തന്നെ. അപ്പോൾ ടീച്ചറിനെ അവിടെ കൊണ്ടുവന്ന നമ്മുടെ രഞ്ജിത്ത് സാറ്, PTA പ്രസിഡൻറ്റ് സുമേഷ് സാറ്, അവർക്കൊക്കെ നമ്മൾ വളരെയധികം വലിയൊരു നന്ദിയാണ് പറയാനുള്ളത്. കാരണം അവർ ടീച്ചറിനെ അവിടെ നമ്മുടെ സ്കൂളിൽ കൊണ്ടുവന്നുകൊണ്ട് മാത്രമാണല്ലോ ഈ ടീച്ചറിൻ്റെ ഈ കഴിവ് നമുക്ക് കാണാൻ പറ്റിയത്. അപ്പോൾ ഇങ്ങനൊരു ടീച്ചർ ഉണ്ടെന്ന് തന്നെ നമുക്ക് അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ടാണല്ലോ. അപ്പം അവർക്ക് രഞ്ജിത്ത് സാറിനും സുമേഷ് സാറിനും ഒക്കെ നമ്മൾ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കണ്ണിന് നല്ലൊരു കൗതുകം നിറഞ്ഞൊരു കാഴ്ച തന്നെയായിരുന്നു കേട്ടോ ടീച്ചർ വരച്ച പിക്ചറുകൾ. അപ്പം ഒരു പിക്ചറിന് ഏകദേശം 25,000 രൂപ വിലയൊക്കെ വരുമെന്നൊക്കെ പറയുന്നത് കേട്ടോ. എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല, പക്ഷേ നല്ല പടങ്ങളാണ്. പിന്നല്ലേ ഇത്രയും കഷ്ടപ്പെട്ടിരുന്ന് വരയ്ക്കണ്ടേ. അപ്പോൾ എത്ര റിസ്ക് എടുത്തിട്ടായിരിക്കും ടീച്ചർ ഈ പടങ്ങളെല്ലാം വരച്ചിട്ടുണ്ടാകും. അപ്പോൾ എത്ര കൊടുത്താലും മതി വരില്ല അല്ലേ. അടിപൊളിയായിട്ടുള്ള ചിത്രങ്ങളെല്ലാം കണ്ട് ആസ്വദിച്ച് ഇപ്പം SPCയുടെ ക്യാമ്പിൻ്റെ 3-ാം ദിവസമായി ഇന്ന് എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചത് വളരെയധികം സന്തോഷവതിയാണ് ഞാൻ. ഇന്ന് നമ്മുടെ വീടിനടുത്തുള്ളൊരു അമ്പലത്തിൽ സപ്താഹം ഉണ്ടായിരുന്നു. അപ്പോഴതിന് പങ്കെടുക്കേണ്ടതായിട്ട് വന്നു. രാവിലെ പോയി അവിടെ പ്രഭാഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സരിത അയ്യർ എന്ന് പറയുന്നൊരു പ്രൊഫസറായിരുന്നു അവിടെ ക്ലാസ് എടുത്തത്. അപ്പോൾ അവരുമായി നിന്ന് പോയി സെൽഫിയൊക്കെ എടുത്തു. അവരുടെ പ്രഭാഷണം നന്നായിരുന്നു എന്നൊക്കെ അവരെയും പറഞ്ഞു ഹാപ്പിയാക്കി പോയി. അങ്ങനെ അവിടുന്ന് ആഹാരമൊക്കെ കഴിച്ച് 2 മണിയായപ്പോഴത്തേക്ക് ഞാൻ സ്കൂളിൽ വന്നു. പക്ഷെ ടീച്ചർ വരാൻ ഒരുപാട് വൈകി കേട്ടോ. ടീച്ചർ ഒത്തിരി താമസിച്ചാണ് ടീച്ചർ വന്നത്. അതുകൊണ്ട് നമുക്ക് സ്കൂൾ വിട്ട് പോകാനും നമ്മൾ ഒരുപാട് താമസിച്ചു. 6 മണിയൊക്കെ ആയപ്പോഴാണ് തിരിച്ച് വീട്ടിൽ വന്നത്. ഇതാണ് നമ്മുടെ രഞ്ജിത്ത് സാറ്. കുട്ടികളും ടീച്ചർമാരും എല്ലാവരും നിന്ന് ഫോട്ടോ എടുക്കുകയാണ് അവിടെ. അങ്ങനെ നമ്മുടെ കുട്ടികളെല്ലാവരും ആ ചിത്ര പ്രദർശനം കാണാൻ പോകാനുള്ള ക്യൂ ആണ് ഈ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കൂട്ടത്തിൽ എൻ്റെ മോനും ഉണ്ട്. ഇവിടെ നിൽപ്പുണ്ട്, ഇവിടെ നിൽക്കുന്നു, തിരിഞ്ഞ് നിൽക്കുന്നു. അപ്പോഴവരെല്ലാവരും ഇങ്ങനെ വരിയായിട്ട് നിൽക്കുകയാണ്. കുറച്ച് പേരകത്തുണ്ട് കേട്ടോ. അപ്പോൾ അവരൊക്കെ കണ്ടു കഴിഞ്ഞ് ഒരുവിധം ഇറങ്ങിയതിന് ശേഷം ഇത് ടീച്ചർ എഴുതിയ ബുക്കാണ് വൈദേഹി പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ഇത് ഞാൻ വാങ്ങിച്ച് നോക്കി. ഏകദേശം രാമായണത്തിൻ്റെ കഥകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആണ്. സീതയുടെയും രാമൻ്റെയും കഥയാണ് അതിനകത്തുള്ളത്. പിന്നെ അടുത്തതായിട്ട് ഫോട്ടോ സെഷൻ ആയിരുന്നു. നമുക്കും ഉണ്ടായിരുന്നു ഫോട്ടോ. നമ്മളുടെ ഫോട്ടോയും എടുത്തു. അപ്പം SPCയുടെ 3-ാം ദിവസമല്ലേ. അപ്പം ഇപ്പോഴൊന്നും ഇല്ലല്ലോ ക്യാമ്പും കാര്യങ്ങളും ഒന്നും. അപ്പം അതിൻ്റേതായ കുറേ സന്തോഷങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫ്ലാഗ് ഓഫ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 3 ദിവസത്തെ ക്യാമ്പിനെ കുറിച്ച് കുട്ടികൾ ഓരോരുത്തരായിട്ട് വന്ന് പറഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നെന്ന് സാറ് ചോദിച്ചു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ അതിലുണ്ടായിരുന്ന കുട്ടികൾ പറഞ്ഞു. അപ്പം വളരെ മനോഹരമായ ക്യാമ്പ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എൻ്റെ മോനും വന്ന് പറഞ്ഞു വളരെ മനോഹരമായ ക്യാമ്പായിരുന്നു. 3 ദിവസത്തേത് 3 ദിവസം അവർ അടിപൊളിയായിട്ട് ആഘോഷിച്ചു എന്നാണ് അവൻ പറഞ്ഞത്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് പണിഷ്മെൻറ്റുകളും കിട്ടിയവരുണ്ട്. അപ്പോൾ അതൊക്കെ അവരുടെ തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതാണ് സാർമാർ. അപ്പോൾ അതെല്ലാം തിരുത്തി വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഇനിയുള്ള ജീവിതത്തിൽ മുന്നോട്ട് പോകാനാണ് അവരെ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ ഇവർക്കുള്ള സാർ നൗഫൽ സാറാണ്. വളരെ നല്ല സാറാണ്. അപ്പം വളരെ സ്ട്രിക്റ്റുമാണ്. കുട്ടികളുടെ നല്ല സ്നേഹവുമാണ്. അപ്പോൾ ഇവരോടൊക്കെ നല്ല സ്ട്രിക്റ്റായിട്ട് നിന്നാലേ കാര്യമുള്ളൂ. അല്ലാതെ നമ്മൾ കളിച്ചും ചിരിച്ചും നിന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല. അപ്പോൾ കുറച്ചൊക്കെ സ്ട്രിക്റ്റ് എന്തായാലും കുട്ടികളെടുത്ത് വേണം. അപ്പം
അങ്ങനെ ഓരോരുത്തരായിട്ട് വന്ന് 3 ദിവസത്തെ ക്യാമ്പിൻ്റെ കാര്യങ്ങളും അവർക്കുണ്ടായ അനുഭവങ്ങളുമാണ് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പം വളരെ മനോഹരമായിട്ടുള്ള ക്യാമ്പിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം ഉണ്ട്. എനിക്ക് 3 ദിവസം പോകാൻ പറ്റിയില്ല. ഈ 3-ാമത്തെ ദിവസം എനിക്ക് വരാൻ പറ്റിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം രമണിക്കുട്ടി ടീച്ചറിനെ കാണാൻ പറ്റി, വലിയൊരു ചിത്രകാരിയെ കാണാൻ പറ്റി. അതിൽ വളരെയധികം ഞാൻ സന്തോഷവതിയാണ്. അപ്പോൾ ഓരോ കുട്ടികളായിട്ട് ധൈര്യമുള്ളവർ മുന്നോട്ട് വന്ന് പറയാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ കുട്ടികൾ തന്നെയാണ് മുന്നോട്ട് വന്ന് 3 ദിവസത്തിലെ ക്യാമ്പിൻ്റെ കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്തത്. അപ്പോൾ അതിനും വേണം ഒരു ധൈര്യം. അപ്പം അങ്ങനെ സാറിൻ്റെ മുമ്പിൽ വന്ന് നിന്ന് ആ 3 ദിവസത്തെ ക്യാമ്പിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതെൻ്റെ കൂട്ടുകാരിയുടെ മോനാണ് കേട്ടോ ഇപ്പം സംസാരിക്കുന്നത്. അപ്പോൾ അവൻ മിടുക്കനാണ്. അപ്പം അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവസാനം അതെല്ലാം കഴിഞ്ഞു. കുട്ടികൾ ഓരോരുത്തരായിട്ട് കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ട് ജനഗണമന പക്ഷേ നമ്മുടെ കൂടെ നിന്ന് നമുക്ക് സപ്പോർട്ട് തന്നു. രഞ്ജിത്ത് സാർ, ബീന ടീച്ചർ, ഇവരെല്ലാം നമ്മുടെ കൂടെ നിന്ന് നമുക്ക് വേണ്ട ഓരോ കാര്യങ്ങളും നമ്മളോട് ചോദിച്ചു. എന്ത് വേണം, ഇനി പണി വേണോ, ഇനി വേണോ, എന്ത് വേണം എന്ന് ചോദിച്ച് നമ്മളോട് ചോദിക്കുകയായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ പേരൻസ് ആണ്. എല്ലാ കെമിസ്ട്രിയുടെയും പേരൻസ് നമുക്ക് വേണ്ടി ക്ലാസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഡേ സാറാണ് വന്ന് ക്ലാസ് എടുത്തത്. സാറ് ഒരുപാട് കാര്യം പറഞ്ഞു തന്നു. പിന്നെ സെക്കൻഡ് സെക്ഷനിൽ ഫസ്റ്റ് സെക്ഷനിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ടീം വന്നു. അവർ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. എബിൻ സാറായിരുന്നു ക്ലാസ് എടുത്തത്. പിന്നെ സെക്കൻഡ് ഡേ മഹേഷ് സാറായിരുന്നു ക്ലാസ് എടുത്തത്. മെന്റൽ ആൻഡ് ഒരുപാട് ക്ലാസ് എടുത്ത് നമുക്ക് തന്നു. നമുക്ക് ഈ പ്രായത്തിൽ തോന്നുന്ന ഒരുപാട് മെന്റൽ സ്ട്രെസ്സിനെ പറ്റി നമുക്ക് ക്ലാസ് എടുത്ത് തന്നു. പിന്നെ ഈ പിന്നെ ഇങ്ങനെ നമ്മളൊക്കെ തകർത്ത് തിമിർത്തായിട്ട് ഒരുപാട് സന്തോഷമായി. ഇങ്ങനെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ഒരു ക്യാമ്പിൽ ഓണക്കളി ഇത്ര അടിപൊളിയായി കളിച്ചു, പടം പഠിച്ചു. നമുക്ക് പടം സാറ് സ്പോൺസർ ചെയ്ത് തന്നു. കസേര അടിച്ചു, ക്രിക്കറ്റ് കളിച്ചു, ഒരുപാട് കളികൾ അങ്ങനെ കളിച്ചു. പിന്നെ ഫസ്റ്റ് ഡേ ലാസ്റ്റ് ഡേ നമുക്ക് ക്ലാസ് എടുക്കാൻ വന്നത് ആകാശ് സാറാണ്. ഒരുപാട് എൻജോയ് ചെയ്തു ആ ക്ലാസ്. ഒരുപാട് ആക്ടിവിറ്റീസ് തന്നു. ഒരുപാട് എൻജോയ് ചെയ്തു. തുറന്ന് പറയേണ്ട കാര്യം തന്നെയാണത്. പിന്നെ ലാസ്റ്റ് സെക്ഷനിൽ നമ്മൾക്ക് വലിയൊരു വിസ്മയം തന്നെ നമ്മൾ ഈ സ്കൂളിൽ കാഴ്ചവെച്ചത് രമണിക്കുട്ടി ടീച്ചറാണ്. അത്രയെടുത്ത് പറയണം, അടിപൊളിയായിട്ടുണ്ട്. ഈ ഒരു 3 ദിവസത്തെ ക്യാമ്പ് ഇത്രയും അടിപൊളിയായിട്ട് സഹായിച്ച PTA അംഗങ്ങൾക്കും അങ്ങനെ കുട്ടികളെല്ലാവരും അന്നത്തെ ക്ലാസ്സിനെ 3 ദിവസത്തെ ക്ലാസ്സിൻ്റെ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തു. ചർച്ചയൊക്കെ കഴിഞ്ഞു. നമ്മളെല്ലാവരും ഹാപ്പി ആയിട്ട് കുട്ടികളെയും വിളിച്ച് ഹാപ്പി ഓണവും പറഞ്ഞിട്ട് വീട്ടിൽ വന്നു. ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ. സിനി സന്തോഷ്.